ഷിർക്കല്ല, വസീലത്തു ഷിർക്കാണ് എന്ന് വാദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ പണ്ഡിതന്മാർ. ഇത് ഏത് വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനോട് നിങ്ങൾ വർത്തമാനം പറയുമ്പോഴും ഈ പോയിന്റിൽ ഊന്നി നിങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഈ ഷെരീഫ് മേലത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവരുടെ അണികൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. വിസ്ഡം പ്രവർത്തകരെടുത്ത് നിങ്ങൾ പോയി ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇനി അദ്ദേഹത്തിൻ്റെ ആ പോയിന്റ് എന്താണ് എന്നൊന്ന് കേൾക്കാം. അല്ലാഹുവല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. കേരളത്തിൽ അല്ലാതെ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വിസ്ഡം പ്രവർത്തനം നിങ്ങൾക്കറിയോ? വലിയ ചോദ്യമായിട്ട് ഇങ്ങനെ വലിയ സമ്മേളനങ്ങൾ നടത്തിയിട്ട് ചോദിക്കുന്ന വലിയ ചോദ്യമാണ്. ഇതൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ ഹൽക്കയായിട്ടിരുന്ന് പള്ളിയിലിരുന്ന് യാ ജിന്ന് എന്ന് പറഞ്ഞ് ദ്വയർക്കുന്നുണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ വാദിക്കുന്നത് എന്താണ്? അപ്പോൾ സഹോദരന്മാരെ, ഷെരീഫ് മേലത്തിൽ ഇപ്പോൾ പറയുന്നത് വലിയ പ്രോഗ്രാമുകൾ നടത്തിയിട്ട് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് കാണിക്കാമോ, തെളിയിക്കാമോ, കാണിച്ചു തരാമോ എന്നൊക്കെ ഇങ്ങനെ വലിയ പ്രോഗ്രാം നടത്തിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് കൃത്യമായി കയ്യിൽ അങ്ങനെ പറഞ്ഞ ഒരാളെ കാണിക്കാനോ തെളിയിക്കാനോ സാധ്യമല്ല എന്ന് ഷെരീഫ് മേലത്തലിന് അറിയാം. അതുകൊണ്ട് ആ വാദം ഞങ്ങളാരും അവതരിപ്പിച്ചിട്ടില്ല എന്ന് ഇയാൾ കളവ് പറയാണ്. ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പേരിൽ ഈ കേരള നദുവത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റായ TP അബ്ദുള്ള കോയ മദനി പച്ചയായി, KJയുടെ സെക്രട്ടറിയായ ഹനീഫ് കായക്കൊടി ഇവരൊക്കെ പരസ്യമായി പറയുന്നത് എന്താ അന്ന് പോലും ഈ സുഹൃത്ത് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഇതൊക്കെ എത്രയോ വട്ടം ക്ലിപ്പുകൾ കേൾപ്പിച്ചതാണ്. ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ച ഇവിടെ നടന്നു എന്ന് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞ വിവരം ഈ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. TP അബ്ദുള്ള കോയ മദനി പറഞ്ഞ ആ പച്ചക്കള്ളം സ്ഥാപിക്കാൻ ഇയാൾക്ക് അറിയാൻ കഴിയൂല. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് അത് നിഷേധിക്കാൻ. ഇനി എന്താ നമ്മൾ പറയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. നമ്മൾ വാദിക്കുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് എന്താണ്? ജിന്നിനോടുള്ള സഹായതേട്ടങ്ങളിൽ ഷിർക്കല്ലാത്തതുമുണ്ട്, വസീലത്ത് ഷിർക്കാകുന്നതുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ആ വാദത്തെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ വാദിക്കുമ്പോൾ അതിന്റെ തെളിവെന്താണ്? അപ്പോൾ സഹോദരന്മാരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പേരിൽ കേരള നദുവത്തുൽ മുജാഹിദീന്റെ വാദം എന്താണ്? ജിന്നിനോടുള്ള ഇസ്തിആനത്തിൽ വസീലത്ത് ഷിർക്കായതുമുണ്ട്, വസീലത്ത് ഷിർക്കായതുമുണ്ട്. ഇത് മാത്രമാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പേരിൽ പറയുന്നത് എന്നാണ് ഷെരീഫ് മേലത്തിൽ പറയുന്നത്. എന്നാൽ അങ്ങനെയാണോ വസ്തുത? എന്തിനാണ് ഷെരീഫ് മേലത്തിൽ സാഹിബ് നിങ്ങൾ ഇങ്ങനെ കളവ് പറയേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടന നമ്മുടെ പേരിൽ ആരോപിക്കുന്ന ആരോപണം എന്താണെന്ന് പോലും നിങ്ങൾ കേട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ നിലപാട് എന്താണെന്ന് പോലും ഈ സുഹൃത്ത് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ആരോപിക്കുന്ന ആരോപണം 1, 2, 3, 4 എത്ര എണ്ണം വേണം? ഇതല്ല നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ആരോപിക്കുന്നത്. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന വാദമുണ്ട്, ജിന്നിനോട് സഹായം തേടാമെന്ന വാദമുണ്ട്, ജിന്നോട് സഹായം ചോദിക്കാമെന്ന വാദമുണ്ട്, ചോദിക്കൽ ഷിർക്കല്ല, വസീലത്ത് ഷിർക്ക് മാത്രമേ ആകൂ എന്നിങ്ങനെ അനവധി പ്രഭാഷണങ്ങളിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ആരോപിക്കുന്ന ആരോപണമല്ലേ? ഈ ആരോപണം ഉന്നയിക്കുകയാണ് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇല്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് പ്രതികരിക്ക്. അപ്പൊ ഞാൻ ഇഷ്ടം പോലെ അനവധി തെളിവുകൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, എന്റെ സംസാരം ഞാൻ തുടങ്ങിയത് മുജാഹിദുകൾക്ക് ഒരു രീതിയുണ്ട്. എന്ത് കണ്ടാലും അതിന്റെ തെളിവെന്താണ് എന്ന് ചോദിക്കും, അതിന്റെ പ്രമാണം എന്താണ് എന്ന് ചോദിക്കും, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കും. ആര് പറഞ്ഞു നിങ്ങളോട്? ആര് പഠിപ്പിച്ചു ഇത് നിങ്ങളോട്? ഇത് ഏത് പ്രമാണം വെച്ചിട്ടാണ് നിങ്ങൾ ഈ വിശ്വാസവും ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കും കേരളത്തിലെ മുജാഹിദുകൾ. അത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. മുജാഹിദുകളാണോ അവർ ചോദിക്കും തെളിവ് എവിടെ? അതിൽ യാതൊരു സംശയവുമില്ല. TP പറഞ്ഞാലും ശരി, ഏത് പണ്ഡിതൻ പറഞ്ഞാലും ശരി, ഫൈസൽ മൗലവി ആണെങ്കിലും ശരി, അനസ് മുസ്ലിയാർ ആണെങ്കിലും ശരി, ഹനീഫ് കായക്കുടി ആണെങ്കിലും ശരി, അബ്ദുറഹ്മാൻ സലഫി ആണെങ്കിലും ശരി, തെളിവ് എവിടെ എന്ന് ചോദിക്കാതെ മുജാഹിദുകൾ സ്വീകരിക്കാൻ പാടില്ല. അതിൽ യാതൊരു സംശയവും ഇല്ല. അത് നിങ്ങൾ പറഞ്ഞത് വളരെ പെർഫെക്റ്റ് ആണ്. എന്നിട്ട് നിങ്ങൾ ആ പറഞ്ഞത് പെർഫെക്റ്റ് ആണ്. പക്ഷെ TP അബ്ദുള്ള കോയ മദനി മുജാഹിദുകൾക്കിടയിൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന ഒരു ചർച്ച ഇവിടെ നടന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചോ? ഈ ചോദ്യം എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു എന്ന് ഈ ഷെരീഫ് മേലത്തിൽ ചോദിച്ചോ?
പോയി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവം കാണിച്ചിട്ട് പറയൂ ഞങ്ങൾ അത് ചോദിക്കുമെന്നത്. ഞങ്ങൾക്ക് നേരെ മറിച്ച് ആ ആർജവമുണ്ട്. അതുകൊണ്ടാണ് ടി പി അബ്ദുള്ള കോയ മദനിയോട് നിരന്തരം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു. അതേപോലെ ഹനീഫ് കായക്കൊടിയോട് ഞങ്ങൾ ചോദിക്കുന്നത് എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു, തെളിവ് ഹാജരാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർക്ക് തെളിവ് ഹാജരാക്കാൻ സാധിച്ചോ? പച്ചക്കളവ് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളായ ഒരു വിഭാഗം പറയുന്നു സമർത്ഥിക്കുന്നു എന്ന് പച്ചക്കളവ് ആവർത്തിക്കുകയല്ലാതെ ഇതിങ്ങനെ നായികക്ക് 40 വട്ടം ആവർത്തിച്ച് പിന്നെ ആളുകളെ കബളിപ്പിക്കുകയല്ലാതെ അതിനൊരു വ്യക്തമായ തെളിവ് ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായും മുജാഹിദുകൾ തെളിവ് ചോദിക്കും. പിന്നെ മുജാഹിദുകളുടെ നിലപാടുകൾക്ക് തെളിവ് എവിടെ എന്ന് ചോദിച്ചതിന് കൃത്യമായി മറുപടിയും പറഞ്ഞിട്ടുണ്ട്. കോഴിച്ചന സംവാദത്തിൽ നാസർ സുല്ലമി ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി ഫൈസൽ മൗലവി അവിടെ കൊടുത്തു. അപ്പൊ എന്താ പറഞ്ഞത്? അത് ദുർവ്യാഖ്യാനാണ്. അപ്പൊ ദുർവ്യാഖ്യാനാണോ അല്ലേ എന്ന് നടത്താൻ വേണ്ടിയിട്ട് വേറൊരു സംവാദം നടത്തി. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ ക്ലിപ്പുകൾ സഹിതം ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വേറെ കേൾക്കാം. ഇപ്പൊ നിങ്ങളുടെ ഈ നിലപാടുകൾക്കുള്ളൊരു മറുപടി പറഞ്ഞു പോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്നതിനോട് നിങ്ങൾക്ക് വല്ല പ്രതിബദ്ധതയും ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടി പി അബ്ദുള്ള കോയ മദനിയോട് മുഖത്ത് നോക്കി ചോദിക്ക്, എവിടെയാണ്, ആരാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? ഞങ്ങളങ്ങനെ വാദിക്കുന്നില്ല, പറയുന്നില്ല എന്നൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. അതൊക്കെ ഇവിടെ നിയോഗിച്ചിരിക്കുന്ന തെളിവുകളാണ്. അതൊന്നും ഇവിടുന്ന് അങ്ങനെ മാഞ്ഞു പോവില്ല. അതൊന്നും കാറ്റിൽ പറക്കൂല. അതൊക്കെ കൃത്യമായ രേഖകൾ ഇവിടെ ഉണ്ട്. ഹനീഫ് കായക്കൊടി പറഞ്ഞതുണ്ട്, അനസ് മുസ്ലിയാർ പറഞ്ഞതുണ്ട്, അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞതുണ്ട്, ടി പി അബ്ദുള്ള കോയ മദനി പറഞ്ഞതുണ്ട്, മറ്റ് പല ആളുകളും പിന്നെ പറഞ്ഞതുണ്ട്. മനസ്സിലായില്ലേ? നിരന്തരം ജിന്നുകളോട് പ്രാർത്ഥിക്കാം, സഹായം തേടാം, സഹായം ചോദിക്കാം, ചോദിച്ചാൽ തെറ്റില്ല, കുഴപ്പമില്ല, തകരാറില്ല, ഇങ്ങനെ പല കോലത്തിലും പല രൂപത്തിലും പറയുകയും പ്രസംഗിക്കുകയും ചെയ്ത നിരവധി അനവധി 100ഓളം ക്ലിപ്പുകൾ വേണമെങ്കിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നിട്ട് പച്ചക്കളവ് പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്? ആ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ചെന്നപ്പോ ആയത്തോതൽ നിർബന്ധിതമായ ഒരു സാഹചര്യം വന്നപ്പോ ഒരായത്തോതി ഷിർക്കാകുന്നതും വസീലത്ത് ഷിർക്കാകുന്നതും ഉണ്ട് എന്ന് പറയാൻ, ഷിർക്കല്ലാത്ത സഹായതേട്ടം ജിന്നിനോടുണ്ട് എന്ന് പറയാൻ കേരളത്തിൽ ഇന്നേ വരെ ജിന്നു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഓതിയിട്ടുള്ളത്, വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഓതിയിട്ടുള്ളത് ഒറ്റ ആയത്താണ് ഓതിയത്. അൽഹംദുലില്ലാഹ്, ഏറ്റവും ചുരുങ്ങിയത് ഷെരീഫ് മേലത്തിൽ അതെങ്കിലും അംഗീകരിച്ചല്ലോ. ഇപ്പൊ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വാദങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ തെളിവില്ല എന്ന് പറഞ്ഞ് നാട് നീളെ പ്രമാണമില്ലാത്ത ആളുകളാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾക്ക് ഈ ഷെരീഫ് മേലത്തിൽ പറയുന്നതൊന്ന് നല്ലപോലെ കേട്ടു നോക്ക്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആകെ ഓതിയത് ഒരൊറ്റ ആയത്താണ് എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരൊറ്റ ആയത്ത് ഓതി എന്ന വിഷയത്തിൽ ആര് യോജിക്കുന്നു? ഈ ഷെരീഫ് മേലത്തിൽ യോജിക്കുന്നു. അപ്പോ പിന്നെ ഇദ്ദേഹം പറയുന്നത് ആകെ ഒരൊറ്റ ആയത്ത് ഓതിയിട്ടുള്ളൂ, ഒരൊറ്റ ആളെ ഓതിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെങ്ങനെ പരിഹസിച്ച് കളിയാക്കി പോകാനാണ് ശ്രമിക്കുന്നത്. എങ്കിൽ വലിയ വായിൽ വലിയെന്തോ ചോദ്യമാണ് ചോദിക്കുന്നത് എന്ന രൂപത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഹാവഭാവങ്ങളിലൂടെ ഇദ്ദേഹം ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ എത്ര ആയത്ത് ഓതിയാലാണ് സാഹിബ് വസീലത്ത് ഷിർക്കിന് തെളിവാകുക? എത്ര ആളുകൾ ഓതിയാലാണ് ഇത് ഷിർക്കാകുക? ഇവിടെ ആരെങ്കിലും അത് വിശദീകരിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ എന്നതൊക്കെ കേൾക്കണമെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രഭാഷണങ്ങളും പരിപാടികളും നിങ്ങൾ കേൾക്കണ്ടേ? ഇവിടെ മൂസ കാര, മാലിക് സലഫി, അതേപോലെ താജുദ്ദീൻ സലാഹി, ഇവരൊക്കെ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. PN അബ്ദുൽ ലത്തീഫ് മൗലവി ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തിട്ട് അത് വിവാദമാക്കി നടക്കുകയാണ് ആര്? നിങ്ങൾ. അതുപോലും ഈ സുഹൃത്ത് അറിയുന്നില്ല. എന്നിട്ട് വലിയ വായിൽ വലിയ വിടുവായിത്തം വിളമ്പിയിട്ട് വലിയ എന്തോ സംഭവമാണ് ഞാൻ പറയുന്നത്. KNM-കാർക്ക് വലിയൊരു പോയിന്റാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. വല്ലാത്ത പോയിന്റാണ് ഈ പോയിന്റ്.